ഇന്ന് ഞങ്ങൾ വേറൊരു പണിയിലൂടെയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഇതാണ് ശരിക്കും വരേണ്ടത്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴേ നമുക്ക് നടന്നു പോകാൻ ഒരു ചെറിയൊരു പാത്വേ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ഞാനും അപ്പനോടെയും അതിൻ്റെ പണിയിലാട്ടോ. അപ്പം അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി ഇട്ട് തരുവാ. നമ്മൾ വീടിൻ്റെ കല്ല് പതിച്ച ഭാഗത്തിൻ്റെ ബാക്കി കല്ലൂട്ടിയും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ പൊട്ടിയതും പൊളിഞ്ഞതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടൽ പാത ഉണ്ടാക്കാമെന്നുള്ളത് നോക്കുവാണേ. അപ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കാം. പഴയ വീട് പൊളിച്ച് അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അവിടെയൊക്കെ എവിടെയൊക്കെയോ ആയിട്ടാണ് അത് കുഴിച്ചിട്ടേക്കുന്നതും നിരത്തിയതൊക്കെ. അതുകൊണ്ട് കിളയ്ക്കുമ്പോൾ എല്ലാം കല്ലാണ് കിട്ടുന്നത്. അപ്പനും ഞാനും കുറച്ച് കഷ്ടപ്പെട്ടു. ഈ കല്ലുകൾ മാത്രമാണ് എപ്പോഴും കിട്ടുന്നത്. കല്ല് പതിക്കുന്ന സമയത്തില്ലേ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കയ്യിൽ അപ്പിടി ചെളിയും മണ്ണൊക്കെ ആയിരുന്നു. സോ അത് കല്ല് പതിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളെന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അമ്മച്ചിയോടെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു എടുത്ത് താന്നു. അങ്ങനെ അമ്മച്ചി എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കുറച്ച് ബേബി മെറ്റൽ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇടയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നാൽ കുറേ അത് ഇടാനുള്ളതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ മുറ്റം കാണാൻ മുറ്റത്തു നിന്നൊരു സ്റ്റെപ്പ് ഇങ്ങനെ നടപ്പാത പോലെ ഉണ്ടാക്കിയതാണ്. ഞാനും പ്രതീക്ഷിച്ചല്ലേ എനിക്ക് ഇത്ര നന്നായി ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഈ മുറ്റത്ത് വിരിച്ചതിൻ്റെ കട്ടയുടെ പൊട്ടിയതും പൊളിഞ്ഞതുമാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ പാറ്റേണില്ലേ, നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് ഈ മുറ്റത്ത് അല്ലേ പണിയെടുത്തെങ്കിൽ കൂടിയും നമുക്ക് എങ്ങനെയാണെങ്കിലും അതിൻ്റെ ബാക്കിയും കൊണ്ടാണല്ലോ ഇത് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്നത്. സോ അത്രയും ഭംഗിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ കൂടിയും നമുക്കിങ്ങനെ ഒരു ചെളി ആവാതെ ഇങ്ങനെ നടക്കാനുള്ളൊരു പാസേജ് ആയിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ബേബി മെറ്റലൂടെ ഉണ്ടായിരുന്നു, അത് നടുക്കൊക്കെ ഫില്ല് ചെയ്ത്